കാർത്തിക പറഞ്ഞത് വെച്ച് നോക്കിയാ നന്ദന ഉദയേട്ടന്റെ മനസ്സിൽ കയറി കൂടിയിരിക്കുക. മൂപ്പർക്ക് സ്വത്തും പണമൊന്നുമല്ല, നാടകമാണ് മഹാകാര്യം. അപ്പോ ഉദയേട്ടന്റെ ഷെയർ പ്രകാരമുള്ള സ്വത്തുവകകൾ നന്ദനയ്ക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം. വസുന്ധരമായി കുടുംബസ്വത്തിന്റെ ഭാഗം കൂടാതെ സ്വന്തം ഓഹരിയുടെ നല്ലൊരു ശതമാനവും നന്ദനയ്ക്ക് കൊടുക്കും. ചുരുക്കത്തി കുന്നത്തൂർ കോവിലകത്തിന്റെ ഭൂരിഭാഗവും നന്ദനയുടെ അധീനതയിൽ വരും. പ്രതിഭേ, എന്തു പറ്റി കാർത്തികേ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പ്രഷർ കൂടുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കണം. നന്ദനെ ഉദയേട്ടൻ സ്നേഹിക്കാൻ പാടില്ല. അവള് വേണമെങ്കിൽ അയാളെ സ്നേഹിച്ചോട്ടെ. പക്ഷേ പുള്ളിക്കാരൻ അവളെ വെറുക്കണം. മുമ്പത്തെ പോലെ ഒഴിവാക്കണം, ഒറ്റപ്പെടുത്തണം. തമ്മിൽ അടുത്തു തുടങ്ങിയ അത് പ്രയാസമാണെന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴേ നമ്മൾ തമ്മിൽ പറഞ്ഞതല്ലേ? എന്നാ ഞാൻ അവളെ കൊല്ലും. എന്താ? ഞാൻ നന്ദനയുടെ ജീവൻ എടുക്കുമെന്ന്. അങ്ങനൊന്നും പറയല്ലേ കാർത്തികേ. ദേഷ്യം വന്നു കരുതി നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ പറയാവോ? സാധിക്കില്ലെന്ന് ആരാ പറഞ്ഞത്? അവളെ കൊല്ലാൻ എനിക്ക് സാധിക്കും. അതിനും മടിക്കില്ല ഞാൻ. എന്റെ കൺവട്ടത്ത് തന്നെയാണല്ലോ നന്ദന താമസിക്കുന്നത്. എന്നാലും കാർത്തികേ, അവളുടെ പല അതിസാമർഥ്യങ്ങളും ഞാൻ സഹിച്ചു. ഈ വീട്ടിലും ബിസിനസ്സിലും അവളെന്നെ ഓവർടേക്ക് ചെയ്തു. ഓഫീസിലെ സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച് കൊച്ചാക്കി. എന്നിട്ടിപ്പോ കുടുംബസ്വത്തോടെ അടിച്ചു മാറ്റാൻ തുടങ്ങിയ വെച്ച് പൊറിപ്പിക്കില്ല ഞാൻ, തട്ടിക്കളയും. കാർത്തികയാണ് നന്ദനെ അപകടപ്പെടുത്തിയെന്നറിഞ്ഞാ കുഴപ്പാവില്ലേ? ആരെങ്കിലും അറിഞ്ഞെങ്കിലല്ലേ. ഒറ്റ കുഞ്ഞുപോലും അറിയാതെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. പുറത്താരുടെയും സഹായം വേണ്ട, ഞാൻ തനിച്ചു മതി. ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുകക്ഷികളെ ചേർക്കുന്നത് പിന്നീട് ആപത്തായിട്ട് വരും. കടുങ്കയാണ്. ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മതി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഞാനായിട്ട് ആരോടും ഒരു അക്ഷരം പറയില്ല. ആലോചിച്ചിട്ട് തന്നെ ഭയം തോന്നുവാ. ഫോൺ വെക്കുവാണേ. രഘുവേട്ടാ, രഘുവേട്ടാ, ഇതെവിടെ പോയി? രഘുവേട്ടാ. എന്താ? ഞാനിവിടെ ഉണ്ട്. ഇതെന്താ പരിപാടി? ആകെ ഒരു മൂഡ് ഓഫ്. ചിന്തകളെ ഒന്ന് തരിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ വിഷം കഴിച്ച ചിന്തകളെ തരിപ്പിക്കണ്ട. അതിവിടെ വെക്ക. ഗ്ലാസ് ഇവിടെ വെക്കാൻ. തരിപ്പിക്കുന്ന ഒരു ന്യൂസ് ഞാൻ പറയട്ടെ? കേക്കട്ടെ. അങ്ങോട്ട് പറയാൻ ആഗ്രഹിച്ചത് കാർത്തിക ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മാറിയിരുന്ന് കൈയടിച്ചാ മതി. ഗോളടിക്കുന്ന കാര്യം കാർത്തിക ഏറ്റിരിക്കുക. നന്ദനെ വകവരുത്താൻ അവള് റെഡിയാന്ന്. കാർത്തിക അങ്ങനെ പറഞ്ഞു? ഇപ്പൊ ദേ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തതേ ഉള്ളൂ. ഞാനേ ശരിക്കെരിവ് പ്രയോഗിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി അതോടെ തനി നിറവും കാണിച്ചു. മനസ്സിലുള്ളതെല്ലാം പുറത്തേക്ക് വന്നോണ്ടേയിരുന്നു. പണ്ടേയുള്ള കണക്കുകൾക്ക് നന്ദനയോട് പകരം ചോദിച്ചേ അടങ്ങൂന്നായി. അല്ല, നമ്മുടെ സഹായം ഉണ്ടാവുമെന്ന് നീ പറഞ്ഞില്ലേ? മണ്ടത്തരം പറയാതെ. നമ്മള് വരമ്പത്തിരിക്കുന്നതേ ഉള്ളൂ. കാർത്തിക ഒറ്റയ്ക്ക് പാടത്തിറങ്ങാൻ ഒരുങ്ങി നിൽക്കുവാ. വിതയ്ക്കുന്നതും കൊയ്യുന്നതും എല്ലാം കാർത്തിക. അവള് വിളവെടുത്താ നമുക്കെന്താ നേട്ടമുള്ളത്? അതിന് കാർത്തിക വിളവെടുക്കുന്ന ആര് പറഞ്ഞു? വിത്ത് വിതച്ച് നന്നായി വളവിട്ട് കതിര് കൊയ്യുന്നതുവരെ കാർത്തികയ്ക്ക് റോളുള്ളൂ. തൊട്ടു പിന്നാലെ ആ പാർട്ടി കളത്തിന് പുറത്തും പിന്നെ അകത്തുമാവും. അകത്തെന്ന് വെച്ചാലേ ജയിലില്. അതിനുള്ള പണികള് നമ്മളൊരു സൈഡിലൂടെ ചെയ്താ മതി. കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയാറില്ലേ? അത് തന്നെ. എങ്ങനെയുണ്ട്? സമ്മതിച്ചു തന്നിരിക്കുന്നു. ഹലോ ഹലോ. ആരെ? അറിയില്ല. ഞാൻ എടുത്തപ്പോ കട്ടായി. അതോ ഇനി കട്ടാക്കിയതാണ്? നീ ഒന്നെടുത്തേ. ചിലപ്പോ പ്രതിഭയായിരിക്കും, നോക്കട്ടെ. ഹലോ ഹലോ.
ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. ആരാ? ഉദയവർമ്മയുടെ ഭാര്യയാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ. ആരാ? ഇതാരാ? ഉദയവർമ്മയുടെ ഭാര്യയായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. ആളിവിടെ ഇല്ലല്ലോ. വിളിക്കുന്നത് ആരാന്ന് പറഞ്ഞില്ല. അമ്മയാണോ ഇത്? ഇവിടുത്തെ അമ്മയല്ലേ വിളിക്കുന്നത്? ശബ്ദം കേട്ടാ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? എന്താ അമ്മ ഇത്? നീ ആ ഫോണിങ്ങാന്നേ. നിക്ക്. അമ്മ ഇപ്പൊ എവിടെ? അത് പറയാനല്ല ഞാൻ വിളിച്ചത്. ഉദയനെയും നന്ദനെയും വിളിച്ചിട്ട് കിട്ടണില്ല. ഓ, അപ്പൊ അമ്മ അവരെ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ടല്ലേ? എന്നാ ആര് പറഞ്ഞു? ഞാൻ ഒരാളെ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. മനസ്സിലായമ്മേ, എല്ലാം മനസ്സിലായി. നന്ദനെ എവിടെ പോയിന്ന് ഒന്ന് പറഞ്ഞാ കൊള്ളാം. ആർക്കറിയാം? ഉദയനോ? ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. അവരൊരുമിച്ച് എങ്ങോട്ടെങ്കിലും പോയതാണോ? ഒരുമിച്ചോ? ഉദയേട്ടനും നന്ദനയോ? അമ്മയോട് ആര് പറഞ്ഞു? അപ്പോ ഇവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ല. അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. മുടിഞ്ഞ അടിയ മോനും മരുമോളും തമ്മില്. 2-3 ദിവസമായി തുടങ്ങിയിട്ട് അമ്മയുടെ അടുക്കളയില് ഇപ്പൊ 2 പാചക അറിയാമോ? ഞാനുണ്ടാക്കുന്നതൊന്നും നന്ദന കഴിക്കില്ല. നന്ദന വേറെ അടുപ്പിൽ പാചകം ചെയ്യും. ആ, അവളുണ്ടാക്കുന്നതൊന്നും പുള്ളിയും കഴിക്കില്ല. ഉദയേട്ടൻ പുറത്തുനിന്ന് ആഹാരം, അതും വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? കള്ളു കുടിച്ച് വയറ് നിറഞ്ഞാ പിന്നെ ശാപ്പാട് ഇറങ്ങൂ. എന്താ? അതെ, നമ്മള് പറയുമ്പോ കുറ്റോ എന്ന് കരുതി പറയാതിരിക്കാൻ പറ്റുമോ? മറ്റാർക്കും ഇല്ലെങ്കിലും എനിക്കൊരു മനസാക്ഷിയില്ലേ? രാവിലെ ഇറങ്ങി പോകുന്ന ഉദയേട്ടൻ നല്ല ഫിറ്റായിട്ടാ രാത്രി കയറി വരുന്നത്. സത്യമാണോ കാർത്തികി പറയണത്? സത്യം അമ്മേ, യതിയേട്ടനാണ് സത്യം. എന്താ കാര്യമെന്നറിയില്ല. ഒരു ദിവസം ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ കഴിച്ചോണ്ടിരുന്ന പ്ലേറ്റ് എടുത്ത് എറിഞ്ഞിട്ട് നിൽക്കുക ഉദയേട്ടൻ. ടേബിളിലും തറയിലും എല്ലാം ചോറും കറിയും. ദേഷ്യം കൊണ്ട് മുഖം ചുവന്നുള്ള ആ നിൽപ്പ് കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു. ഉദയേട്ടൻ കലി തുള്ളിയത് പോട്ടെ, എന്തെങ്കിലും മയത്തിൽ പറഞ്ഞ് തണുപ്പിക്കാൻ നോക്കേണ്ടത് നന്ദനയല്ലേ? വെല്ലെന്നും പറഞ്ഞ മരുമോളുടെ നിപ്പ്. അന്ന് തുടങ്ങിയ കലഹം എന്താ കാരണമെന്ന് ആരോട് ചോദിക്കാന്? അവരുടെ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ അമ്മ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഇക്കണക്കിന് പോയാ അമ്മയ്ക്ക് ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ശത്രുതയല്ല ഉദയേട്ടനും നന്ദനെ. ഒരുപക്ഷെ അമ്മ മേലാൽ ഇങ്ങോട്ട് വരരുതെന്നായിരിക്കും അവരുടെ ആഗ്രഹം. ആ, അതിനായിരിക്കും തമ്മിലുള്ള ഈ പോരാട്ടം. സത്യത്തിൽ അമ്മ എവിടുന്നാ സംസാരിക്കുന്നത്? നീ ആ ഫോണിങ്ങാന്നേ. അമ്മേ, എവിടെ ഉണ്ടമ്മേ? പറഞ്ഞാ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ, ഹലോ ഹലോ. കേൾക്കുന്നില്ലേ? കട്ട് ചെയ്തു. എവിടെ നിന്നാ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. കോളർ ഐഡിയും വർക്ക് ചെയ്യുന്നില്ല. എവിടെയുണ്ടെങ്കിലും അമ്മയെ ചെന്ന് വിളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞല്ലോ. എന്താ ഉദ്ദേശം? വെറുതെ ഒരു നമ്പർ ഇട്ടതല്ല ഞാൻ. ആര് പോകുന്നു വിളിക്കാൻ? എന്നാലും എന്തിനായിരിക്കും ഇപ്പൊ നിങ്ങളുടെ അമ്മ വിളിച്ചത്? അതും ഇത്രയും ദിവസം ഇല്ലാത്തതുപോലൊരു കോൾ. എനിക്ക് തോന്നുന്നത് നന്ദനയുമായിട്ട് അമ്മയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാ. എങ്കിലവൾ തുടർന്നും വിളിക്കാതിരിക്കോ? പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി ചെന്ന് അമ്മയെ മുഖം കാണിക്കേണ്ടതാണല്ലോ. ചിലപ്പോ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും അമ്മ എവിടെയാണെന്ന് അവർക്കറിയണമെന്നില്ല. അപ്പോഴും ഒരു സംശയം. തമ്മിൽ ഐക്യമായ സ്ഥിതിക്ക് അക്കാര്യം അമ്മയെ അറിയിക്കാതിരിക്കോ? അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ? ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ അമ്മ തിരിച്ചു വരരുതെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടോ?
എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. ചേട്ടന്റെ ചേട്ടത്തിയമ്മയുടെ മുറിയൊന്ന് വൃത്തിയാക്കിയിടണമെന്ന് വിചാരിച്ചതാ, പിന്നെ അതങ്ങ് മറന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഊര് കയറ്റാൻ പോയവരുടെ മുറി ക്ലീൻ ചെയ്യാൻ നീ ആരാ, സർവന്റോ? സെർവന്റ് ആയതുകൊണ്ടല്ല, ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയാ. നമുക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും അവിടുന്ന് കിട്ടിയാലോ? നന്ദനയുമായി ബന്ധപ്പെട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല, പഠിച്ച കള്ളിയല്ലേ. ഉദയേട്ടന്റെ വല്ല രഹസ്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു സൂചനയെങ്കിലും തടഞ്ഞാ മതി. ബാക്കി ഞാൻ ഏറ്റു. അവര് തമ്മിൽ അലയൻസ് ആയെങ്കിൽ പിന്നെ രഹസ്യ തെളിവുകൊണ്ട് എന്ത് ചെയ്യാനാ? പിണങ്ങി നിന്നവർ തമ്മിൽ ഇണങ്ങുമ്പോ അതിന് മധുരം കൂടുവെന്ന ചൊല്ല്. അങ്ങനെ ഇണങ്ങിയവർ വീണ്ടും പിണങ്ങിയാലുണ്ടല്ലോ, അതൊരു 1.5 പിണക്കമായിരിക്കും. പിന്നെ അവർ ബദ്ധ ശത്രുക്കളായിരിക്കും. ഈ മദ്യപാനം നിർത്തിയവർ വീണ്ടും കുടി തുടങ്ങിയ അത് മരണക്കുടിയായിരിക്കും എന്ന് പറയാറില്ലേ, അതുപോലെ. നീ കണ്ടുപിടിച്ച ഉദാഹരണം കൊള്ളാം. ഉദയേട്ടനും നന്ദനെ ഇപ്പൊ പരസ്പരം എങ്ങനെയാണെന്നറിയാതെ നമ്മൾ എന്ത് ചെയ്യാനാ? അവരൊന്നും ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ നമുക്ക് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ആലോചിക്കാൻ? ആലോചിക്കാനൊന്നുമില്ല. ഇണങ്ങിയാണ് രണ്ടും കൂടെ വരുന്നതെങ്കിൽ അടിവെക്കാനുള്ള നടപടികൾ നമ്മൾ തുടങ്ങും. ഇനി പിണക്കത്തിലാണ് വരവെങ്കിൽ ആ ഉടക്ക് പരമാവധി തീ പിടിപ്പിക്കാൻ നോക്കും. എവിടെ പോയാലും ലാൻഡ് ചെയ്യാതിരിക്കില്ലല്ലോ. എത്രയായി? 120. അയ്യോ, ഒന്നുമല്ല. അത് കൂടുതലാ. 100 പോരെ? പോരാ, ഡീസലിന് വില കൂടി വരുമെന്ന് അറിഞ്ഞില്ലേ ഭായി? ശരി ശരി. ഇതാ ബാക്കി. ആ ഓക്കെ. ഈ സമയത്താരെ? നീ ഒന്ന് നോക്കി. ചേച്ചി. ആരാ കാർത്തികേ? ചേട്ടാ, ഞാനിങ്ങ് പോന്നു കേട്ടോ. രാവിലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അറിയിക്കാം, എന്നിട്ട് വന്നാ മതിന്ന്. അല്ല, എന്നാലും ഒന്നുകൂടി വന്ന് നേരിട്ട് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾ എനിക്കൊരു ജോലി ഓഫർ ചെയ്യുമ്പോൾ ഞാൻ ആ കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കണമല്ലോ. അല്ലെങ്കിൽ ചേട്ടനും ചേച്ചി എന്ത് വിചാരിക്കും? നന്ദനയും പുള്ളിക്കാരൻ എവിടെ പോയി? മനീഷിന്റെ വീട്ടിലെങ്ങനെ വന്നോ അവര്? ഇല്ല. അല്ല, അങ്ങോട്ട് വരുന്നു പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഇല്ല, എവിടെ പോയിന്നും അറിയില്ല. ആ, വരുമ്പോ വരട്ടെ. ഞാനൊരു ഐഡിയ പറയട്ടെ ഏട്ടാ. അവരിവിടെ ഇല്ലാത്ത തക്കത്തിന് ഞാൻ ജോലിയും ജോയിൻ ചെയ്താലോ? അല്ല, എന്നിട്ട് പണി ആരംഭിക്കാലോ. പക്ഷെ ഇപ്പോ സിറ്റുവേഷൻ അത്ര ശരിയല്ല മനീഷേ. അല്ല, അതെന്തു പറ്റി? ഇറങ്ങിപ്പോയ അമ്മ തിരിച്ചു വന്നില്ലേ? മധുര വന്നില്ല അല്ലേ? വരും ചേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഞാൻ ജോലിയിലൊന്ന് കയറിക്കോട്ടെ. നാളെ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റന്നാ ജോയിൻ ചെയ്യാം. അല്ല, അക്കോമഡേഷന്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ടെന്നേ. ഞാൻ എവിടെയെങ്കിലും റൂം എടുത്തോളാം. അല്ല, മറ്റ് സ്റ്റാഫിന്റെ കൂടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങുന്നത് ശരിയല്ലല്ലോ. ഇവിടുത്തെ ബന്ധുവല്ലേ ഞാൻ.
മനീഷിന്റെ താമസമൊന്നും അല്ല പ്രശ്നം. ഈ വർഷം കഴിയാറായില്ലേ? ഇനി പുതിയ അപ്പോയിന്റ്മെന്റ് അടുത്ത വർഷം മതി എന്ന പൊതുവായ തീരുമാനം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞോട്ടെ. നേരത്തെ ഉദ്ദേശിച്ചതിൽ നല്ല പോസ്റ്റിൽ മനീഷിനെ ഞങ്ങൾ നിയമിക്കും. അപ്പോ ശമ്പളം അതിനനുസരിച്ച് കാണുമായിരിക്കും അല്ലേ? ശമ്പളത്തിന്റെ കാര്യത്തിലൊന്നും പേടി വേണ്ട. മനീഷിനെ ഞങ്ങളൊന്ന് ഞെട്ടിക്കും, അല്ലേ കാർത്തികേ? പിന്നെ തീർച്ചയായിട്ടും ഞെട്ടിക്കും. എന്നാ പിന്നെ മനീഷ് വാ, കേറ്, കഴിക്കാനെടുക്ക കാർത്തികേ. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ട. വാ മനീഷ്, ചപ്പാത്തി ഉണ്ട്. വേണ്ട ചേച്ചി, കഴിക്കാറായില്ല. എന്നാലൽപ്പം ആപ്പിറ്റൈസർ ആയാലോ? ഏയ്, നന്ദനയുടെ അനിയനല്ലേ, അത്ര ശീലങ്ങളൊന്നും ഉണ്ടാവില്ല. അധികം വേണ്ട, ഒരു രസത്തിനെടുക്കട്ടെ. അല്ല, ചേട്ടൻ നിർബന്ധിച്ച സ്ഥിതിക്ക് വേണ്ടെന്ന് പറഞ്ഞാ നിങ്ങളെന്ത് വിചാരിക്കും? അല്ല, ഒരു ഗ്ലാസ്സേ ഉള്ളോ? ആഹാരത്തിന് ശേഷം എനിക്ക് പറ്റില്ല. ഓ, എന്നാ ശരി. നാട്ടില് എത്ര ഏക്കർ ഭൂമിയുണ്ട് മനീഷേ? എല്ലാം കൃഷിയായിരിക്കും. ഒന്നുകൂടി. ചേട്ടാ, കുറച്ചു മതി കേട്ടോ. മതി ചേട്ടാ. ചേച്ചിയോടും ചേട്ടനോടും ഞാൻ കള്ളം പറയില്ല. നാട്ടിൽ ഞങ്ങൾക്ക് വസ്തുവായിട്ടൊരു 30, ഏകദേശം 30. 30 ഏക്കറോ? 30 സെന്റ് സ്ഥലം. 30 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതായത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. 1 സെന്റ് പോലും ഇല്ല. ദാണ്ടേ, സ്ഥലവും ഇല്ല, വീടുമില്ല. സ്വന്തമായിട്ട് വീടില്ലേ? എവിടെ? വാടക വീട്ടിലാ ചേച്ചി ഞങ്ങൾ താമസിക്കുന്നേ. പക്ഷേ ഞാൻ അന്തസ്സായിട്ട് കുടുംബകാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ടെൻഷനൊന്നുമില്ല. എന്നാലും നന്ദന, ഞങ്ങളുടെ സകല കഷ്ടപ്പാടുകൾക്കും പ്രശ്നങ്ങൾക്കും കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. അല്ല, ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. ചേട്ടനും മനസ്സിലാക്കണം. നന്ദനയ്ക്ക് അവളുടെ സ്വന്തം പേരിൽ നാട്ടിലെ സ്ഥലമുണ്ട്. സ്ഥലോ? അതെ. എന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത 40 സെന്റ് ഭൂമി. സത്യമാണോ മനീഷേ? എന്റെ ഈ ചേച്ചിയാണ് സത്യം. 40 സെന്റ് അവൾക്കുള്ളപ്പോഴാ ഞങ്ങൾ ഈ വാടക വീട്ടിൽ കഴിയുന്നേ. അല്ല, ഇതാണോ മനുഷ്യത്വം? ഇതാണോ കുടുംബസ്നേഹം? ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ. അവളൊന്നും പറയില്ല. അതാണോ നന്ദന. പക്ഷെ മറ്റേ പുള്ളിക്കാരന് ഈ കാര്യമൊക്കെ അറിയാം. ആർക്ക്? ഇവിടുത്തെ ഒരു ബന്ധുവില്ലേ, എന്തോ വർമ്മയോ, ഒരു തടിയൻ. അതാരാ? വലത്തെ കയ്യിൽ വാച്ചിട്ടിരിക്കുന്ന ഒരാളാ. ഒരു പജീറലൊക്കെ വരുന്ന പുള്ളിയില്ലേ? പ്രതാപേട്ടനായിരിക്കോ? അയാള് തന്നെ. അയാള് വീട്ടിൽ വന്നിരുന്നു. നന്ദന 40 സെന്റ് സ്ഥലത്തിന്റെ അവകാശിയാണെന്നുള്ള വിവരം അമ്മ അങ്ങോട്ട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങേരും ശരിപ്പുള്ളിയൊന്നും അല്ലെന്നേ. പ്രതാപേട്ടൻ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ വന്നത്? നന്ദനിക്ക് പകരം മറ്റൊരു പെണ്ണിനെ ഇറക്കി ഡ്രാമ കളിക്കാനാ. എങ്ങനെ? യഥാർത്ഥ നന്ദന ഇവളല്ല, വേറെ ആളാണെന്ന് വരുത്തി തീർക്കാൻ. എന്നിട്ട് ആ പാർട്ടിയെ മുന്നിൽ നിർത്തി ഇവളുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ. അതിനെ അമ്മ കൂട്ടു നിൽക്കണമെന്ന് പറയാൻ വേണ്ടി പ്രതാപൻ സാറ് വേറെ 2 കക്ഷികളെ കൊണ്ടുവന്നു.